ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയല്ലോ നാടൻ രീതിയിൽ. എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ. രസത്തിനായി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ നല്ലപോലെ ചതച്ചെടുക്കാം. പച്ചമുളക്, തക്കാളി എന്നിവ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം കുരുമുളക്, വലിയ ജീരകം എന്നിവ ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കാം. അതിനുശേഷം മല്ലിയില കട്ട് ചെയ്ത് വെക്കാം. രസത്തിന് ആവശ്യമായ പുളി എടുത്ത് നല്ലപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ജീരകം, കുരുമുളക് പൊടിച്ചത്, മല്ലിയില, സവാള എന്നിവയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി രസത്തിനായി പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചു കൊടുക്കുക. തക്കാളി ഒന്ന് പരുവായി വരുമ്പോഴേക്കും പച്ചമുളക് ചേർത്ത് ഇളക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കുരുമുളകും വലിയ ജീരകവും പൊടിച്ചത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്തതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം നല്ലപോലെ ഇളക്കി അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ചെറിയ തിള വരുമ്പോഴേക്കും മല്ലിയില തൂവി നമുക്ക് വാങ്ങിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.